يا سميع يا رب يا بصير يا رب يا رحيم يا رب يا قدير يا رب يا سميع يا رب يا بصير يا رب يا رحيم يا رب. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ രൂപം അതാണ് ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ രത്ന ചുരുക്കം. നമസ്കാരം നമുക്കറിയാം, ഒരു മുസ്ലിമിൻ്റെ അടയാളമാണ്. ജീവിതത്തിൽ ഓരോ ദിവസവും 5 നേരം നിർബന്ധമായും നിർവഹിക്കേണ്ട ആരാധനയാണ് നമസ്കാരം. ഒരു മനുഷ്യൻ അവൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാകുന്നു നമസ്കാരം. അത് അള്ളാഹുവുമായുള്ള അഭിമുഖ സംഭാഷണമാകുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമസ്കാരത്തിനുണ്ട്. മനുഷ്യൻ്റെ മാനസിക വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ഇബാദത്താകും നമസ്കാരം. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രത്യേകതകളും നമുക്കിങ്ങനെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പറയാൻ സാധിക്കും. നമസ്കരിക്കുന്ന രൂപം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച രൂപത്തിൽ അതേപോലെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അവിടുന്ന് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരം നമസ്കരിക്കുന്നതായി നിങ്ങൾ എന്നെ കണ്ടുവോ അതേ രൂപത്തിൽ നിങ്ങൾ നമസ്കരിക്കുക. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടുത്തെ നമസ്കാരം സ്വഹാബത്ത് കണ്ടു, അവർ മനസ്സിലാക്കി, പഠിച്ചു, അവർ നമ്മോട് പറഞ്ഞു തന്നു. അപ്പോൾ അതിലേക്ക് പ്രവാചകൻ നമസ്കരിച്ചതുപോലെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. ഞാൻ പറഞ്ഞ നമസ്കാരം 5 നേരങ്ങളിലാണ്. സുബഹി, വെളുപ്പിനെ പ്രഭാത നമസ്കാരമാണ് സുബഹി. അതിന് ഫജ്ർ എന്നുമുണ്ട് പേര്. ളുഹർ ഉച്ചക്കുള്ളതാണ്, അസർ വൈകുന്നേരമുള്ളതാണ്, മഗ്രിബ് സന്ധ്യാവേളയിലുള്ളതാണ്, ഇഷ രാത്രിയുള്ളതാണ്. അപ്പോൾ ഈ 5 നമസ്കാരങ്ങൾ നിർബന്ധമായി നമസ്കരിക്കണം. നമസ്കരിക്കാത്തൊരു മനുഷ്യൻ മുസ്ലിമല്ല. ഓരോ ദിവസവും 5 തവണ നമസ്കാരം അല്ലാഹു തആല സത്യവിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? നമസ്കാരത്തിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിൽപ്പെട്ടതാണ് നമസ്കാരത്തിൻ്റെ സമയമായി എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ചെറുതും വലുതുമായ ശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. ഒളുവുണ്ടാവുക, കുളിക്കേണ്ട ആളുകൾ കുളിച്ച് ശുദ്ധിയാവുക. ശരീരം, വസ്ത്രം, നമസ്കരിക്കുന്ന സ്ഥലം ഇവ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. നഗ്നത മറക്കുക. അതുപോലെ തന്നെ ഖിബിലക്ക് അഭിമുഖമായി, മക്കയിലുള്ള കഅബയാണ് ഖിബില, ഖിബിലക്ക് അഭിമുഖമായി നിൽക്കുക. പിന്നെ നിൽക്കാൻ കഴിവുള്ള ആളുകൾ നിന്ന് തന്നെ നമസ്കരിക്കണം. നിയ്യത്ത് മനസ്സിലുണ്ടാവുക, കരുതുക. അത് നാവുകൊണ്ട് പറയേണ്ടതില്ല, മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ഉറപ്പ്, കരുതലുണ്ടാകണം. ഞാൻ ഇന്ന നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി പോകുന്നു എന്ന് മനസ്സിൽ കരുതേണ്ടതുണ്ട്. നമസ്കാരത്തിൻ്റെ രൂപം, നമസ്കരിക്കാൻ നിൽക്കുന്ന ഒരാൾ തൻ്റെ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കി നിൽക്കുകയാണല്ലോ. സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കിയിട്ട് അയാൾ അല്ലാഹു അക്ബർ എന്ന് പറയുക. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ തൻ്റെ 2 കൈകളും ചുമലിൻ്റെ നേരെയോ അല്ലെങ്കിൽ ചെവിയുടെ നേരെയോ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറയണം. ഈ ആദ്യത്തെ തക്ബീർ, ഇത് നമസ്കാരത്തിലേക്ക് നമ്മൾ എൻ്റർ ആകുന്ന, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീർ, ഇതിന് തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം ഇടത് കൈയുടെ മുകളിൽ വലത് കൈ വെച്ച് നെഞ്ചിന്മേൽ വെക്കുക. ഇങ്ങനെ പിടിക്കും, നെഞ്ചിന്മേൽ വെക്കുക. ഇതാണ് നമസ്കാരത്തിൽ നിൽക്കേണ്ട രൂപം. ഇങ്ങനെയാണ് അല്ലാഹു അക്ബർ. അതിനുശേഷം പ്രാരംഭ പ്രാർത്ഥന, ദുആഉൽ ഇസ്തിഫ്താഹ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വിവിധ രൂപത്തിൽ ആ പ്രാർത്ഥന വന്നിട്ടുണ്ട് പ്രവാചകൻ്റെ ഹദീസുകളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല പ്രാർത്ഥനകൾ ആ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഏറ്റവും ചെറുത് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക സ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്നതാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക സ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അല്ലാഹുവേ, നീ പരിശുദ്ധനാണ്, നിനക്ക് സ്തോത്രം, നിൻ്റെ നാമം അനുഗ്രഹീതവും നിൻ്റെ കഴിവുകൾ അത്യുന്നതങ്ങളുമാണ്, നീയല്ലാതെ ആരാധ്യനേയില്ല എന്ന് പറയലാണത്. അല്ലെങ്കിൽ പിന്നെ പല ആളുകളും പലതും ചെല്ലാറുണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ എന്ന പ്രാർത്ഥനയുണ്ട്.
പിന്നെ ചില ആളുകൾ വജ്ജഹത്തു വജിഹി അല്ലദി, അങ്ങനെ വിവിധ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. ഇതിലേറ്റവും ചെറുതാണ് നമ്മൾ ഈ പറഞ്ഞത്, രത്നച്ചുരുക്കമാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ ഈ പ്രാർത്ഥന. അതിൻ്റെ ശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുകൂടി പറഞ്ഞിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ അത് ഓതുക. നമ്മളത് പഠിച്ച് കൃത്യമായി അത് ഓതേണ്ട രൂപത്തിൽ ഓതുക. അതിനുശേഷം ഖുർആനിൽ നിന്ന് നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സൂറത്ത് അല്പഭാഗം ഓതുക. ഇപ്പോൾ ചെറിയ സൂറത്തുകളൊക്കെ ആളുകൾക്കറിയാമല്ലോ, അപ്പോൾ അത് ഓതുക, അല്ലെങ്കിൽ അല്പഭാഗം ഓതുക. അത് ഓതിയതിൻ്റെ ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുമ്പിട്ട് നിൽക്കുക. മനസ്സിലായല്ലോ? കുമ്പിട്ട് നിൽക്കുക. കുമ്പിട്ട് നിൽക്കുമ്പോൾ ഇരു കൈകളും ചുമലിന് നേരെ അല്ലെങ്കിൽ ചെവിയുടെ നേരെ ഉയർത്തണം. അപ്പോൾ കൈ കെട്ടിയിട്ട് അല്ലാഹു അക്ബർ, നമ്മൾ റുക്കുവിലേക്ക് പോകും. അതിന് റുക്കൂ എന്നാണ് പറയുക കുമ്പിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മുതുകും പിരടിയും സമമായി വരത്തക്ക വിധം തല കുനിച്ച് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കി ആണ് നിൽക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൃത്യമായ ലെവലിൽ കുമ്പിട്ട് നിൽക്കുക. അതിന് റുക്കൂ എന്നാണ് പറയുക. ആ റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് ശാന്തമായി പറയുക. സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അലീം 3 വട്ടം ആവർത്തിക്കൽ സുന്നത്താണ്. അപ്പോൾ അതിൽ പിന്നെ അടങ്ങി താമസിക്കണം. റുക്കൂ ചെയ്യുമ്പോൾ അനക്കമടങ്ങണം. വെറുതെ ഇളകി ബഹളം അങ്ങനെയല്ല. നമ്മൾ ശാന്തമായി നിന്നുകൊണ്ട് ഇങ്ങനെ കുമ്പിട്ട് നമ്മുടെ 2 കൈകൾ നമ്മളുടെ കാൽമുട്ടുകളിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുക എന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ 2 വിടർത്തിയ വിരലുകൾ വിടർത്തിയ നിലയിൽ നമ്മുടെ ഉള്ളം കൈകൾ കാൽമുട്ടുകളിൽ വെച്ച് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നു. സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയണം. ഇതിനാണ് റുക്കൂ എന്ന് പറയുക. റുക്കൂഇന് ശേഷം നമ്മുടെ തല ഉയർത്തി നേരെ എഴുന്നേറ്റ് വരണം. അതിന് ഇഅ്തിദാൽ എന്നാണ് പറയുക. ഇഅ്തിദാൽ, നേരെ നിൽക്കുക. അപ്പോൾ 2 കൈകളും ചുമലിന് നേരെ വന്നിട്ട് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അതിനുശേഷം റബ്ബനാ വലക്കൽ ഹംദ് എന്നും ചുരുങ്ങിയ രൂപത്തിൽ പറയുക. അതിന് വേറെ പ്രാർത്ഥനയുണ്ട്. റബ്ബനാ വലക്കൽ ഹംദ് മിൽ അസ്സമാവാതി വമിൽ അൽ-അർദി മിൽ അമാ ശിഅ്ത മിൻ ഷൈഇൻ, അങ്ങനെ വിവിധ പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ ഇവിടെ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ നേരെ നിൽക്കുന്ന ശേഷം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് നേരെ നിന്നിട്ട് റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സാഷ്ടാംഗം ചെയ്യുകയാണ്. അതിന് സുജൂദ് എന്നാണ് പറയുക. സാഷ്ടാംഗം ചെയ്യുമ്പോൾ നെറ്റിയോടൊപ്പം മൂക്ക്, 2 ഉള്ളം കൈകൾ, അതുപോലെ 2 കാൽമുട്ടുകൾ, 2 കാലിലെ വിരലുകൾ ഇവ ഖിബലയ്ക്ക് നേരെയാക്കി വരത്തക്ക വിധം നാട്ടി നിർത്തുക. നിലത്ത് പതിപ്പിക്കുക. നെറ്റി നിലത്ത് മുട്ടിക്കണം, മൂക്ക് അതിൻ്റെ ഒപ്പം നിലത്ത് വെക്കണം, 2 ഉള്ളം കൈകൾ നിലത്ത് പതിച്ചു വെക്കണം, കാൽമുട്ടുകൾ അവിടെ മുട്ടിച്ചു വെക്കണം, വിരലുകൾ കാൽവേലുകൾ കുത്തി നിർത്തി ഖിബലയ്ക്ക് നേരെ നിർത്തും. ഇങ്ങനെ ഈ അവയവങ്ങൾ നിലത്ത് വെച്ചുകൊണ്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്യുക. അതാണ് സുജൂദ്. അതിൽ അടങ്ങി താമസിച്ചുകൊണ്ട് ശാന്തമായിക്കൊണ്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് 3 പ്രാവശ്യം നമ്മൾ പറയണം. അത് കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിൽ നിന്ന് തല ഉയർത്തി ഇരിക്കണം. ഇരിക്കുമ്പോൾ ഇടത് കാലടി പരത്തി വെച്ചിട്ട് അതിന്മേലിരിക്കണം. വലത്തെ കാൽപാദം നാട്ടി വെക്കുകയും വേണം. അങ്ങനെയാണ് ഇരിക്കേണ്ടത്. എന്നിട്ട് നമ്മളുടെ 2 മുൻകൈകൾ രണ്ടും കാൽമുട്ടിന് മുകളിൽ അല്ലെങ്കിൽ 2 തുടകളിലെയും മുകളിൽ വെക്കണം. ഇങ്ങനെ ഇരിക്കുന്ന ഇരുത്തത്തിന് അറബിയിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് റബ്ബിഗ്ഫിർലി എന്ന് പറയണം. പ്രാർത്ഥന വലുതാണ്. റബ്ബിഗ്ഫിർലി വറഹംനി വജ്ബുർനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് റബ്ബിഗ്ഫിർലി, നാഥ എനിക്ക് നീ പുറത്ത് തരണമേ എന്ന് പറയുക. എന്നിട്ട് അതിൻ്റെ ശേഷം വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 2ാമതും സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുജൂദ് ചെയ്ത് ചെല്ലേണ്ടത് ചൊല്ലി പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ നിന്ന് നമ്മൾ തല ഉയർത്തി എഴുന്നേറ്റ് നിൽക്കണം. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ 1 റക്അത്ത് പൂർത്തിയായി, 1 റക്അത്ത് കഴിഞ്ഞു.
ഇനി നമ്മുടെ രണ്ടാമത്തെ റക്അത്തിലേക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്നു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വീണ്ടും സൂറത്തുൽ ഫാത്തിഹ ഓതി, ഖുർആൻ അല്പഭാഗം ഓതി, വീണ്ടും റുക്കൂ ചെയ്ത്, പിന്നെ എഴുത്തിദാൽ എഴുന്നേറ്റ് സമയം അല്ലാഹു ലിമൻ ഹമിദ എഴുന്നേറ്റ് വന്നു. പിന്നെ വീണ്ടും സുജൂദിലേക്ക് പോയി സുജൂദ് ചെയ്ത് 2 സുജൂദുകളുടെ ശേഷം നമ്മൾ ഇരിക്കും. ആ ഇരുത്തത്തിൽ അത്തഹിയ്യാത്ത്, തശഹുദ്, പ്രവാചകൻ്റെ പേർക്കുള്ള സലാത്ത് പ്രാർത്ഥനകൾ നിർവഹിക്കണം. ഇപ്പോൾ 2 റക്അത്തുള്ള നമസ്കാരം, സുബഹി ഫജ്ർ പോലെ 2 റക്അത്തുള്ള നമസ്കാരമാണെങ്കിൽ രണ്ടാമത്തെ റക്അത്ത് കഴിയുമ്പോൾ നമ്മൾ ഇരിക്കും. ആ ഇരുത്തത്തിൽ ഇടത് കാല് ശരിക്കും നമ്മൾ ഇരിക്കേണ്ട അവസാനത്തെ അത്തഹിയ്യാത്ത്, അവസാനത്തെ ഇപ്പോൾ 3 റക്അത്തുള്ള നമസ്കാരം, 4 റക്അത്തുള്ള നമസ്കാരം ഉദാഹരണം പറയാം. അപ്പോൾ 3 റക്അത്തുള്ള നമസ്കാരമാണെങ്കിൽ 2 റക്അത്തിന് ശേഷം നമ്മൾ ഇരിക്കണം. ആ ഇരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇടത് കാലിൽ പരത്തി വെച്ച് വലത് കാല് നാട്ടി വെച്ച് ആ ഇടത് കാലിൽ മുകളിൽ ഇരിക്കുക. ആ ഇരുത്തത്തിൽ തശഹുദ് ചൊല്ലണം. അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അത്രയും ചൊല്ലി പിന്നെ വീണ്ടും 3ാമത്തെ റക്അത്തിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വിടണം. എന്നിട്ട് 3ാമത്തെ റക്അത്ത് മഗ്രിബ് പോലെ 3 റക്അത്തുള്ളതാണെങ്കിൽ പിന്നെയും 3ാമത്തെ റക്അത്തിന് ശേഷം ഇരിക്കണം. ളുഹർ, അസർ, ഇഷാ പോലെ 4 റക്അത്തുള്ളതാണെങ്കിൽ ഈ 4 റക്അത്തുകൾ നിസ്കരിച്ചിട്ട് അവസാനത്തിരിക്കണം. അപ്പോൾ ഈ ഇരുത്തത്തിൽ അതിൻ്റെ രൂപ വ്യത്യാസമുണ്ട്. ഇടത് കാൽ വലത് കാലിൻ്റെ അടിയിലൂടെ പ്രവേശിപ്പിച്ച് നിതംബം നമ്മളുടെ ചന്തി നിലത്തുറപ്പിച്ചിരിക്കുക, വലത് കാൽപാദം നാട്ടി നിർത്തുക. ഇങ്ങനെ ഇരിക്കുന്ന ഇരുത്തത്തിന് തവറുക്കിൻ്റെ ഇരുത്തം എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ആ തശഹൂദിൻ്റെ പൂർണ്ണ രൂപവും പ്രവാചകൻ്റെ പേർക്കുള്ള സലാത്ത്, ആദ്യം അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു എന്നുള്ള നമ്മൾ ആ പറഞ്ഞ പ്രാർത്ഥന ചൊല്ലിയിട്ട് പിന്നെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും എന്നുള്ള പ്രവാചകൻ്റെ പേർക്കുള്ള സലാത്ത് ചൊല്ലി പിന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു എന്ന പ്രാർത്ഥനയും ചൊല്ലി അവസാനം നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിച്ചതിന് ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന വലതു ഭാഗത്തേക്ക് നമ്മൾ മുഖം തിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇടത് ഭാഗത്തേക്ക് മുഖം തിരിക്കും. അതാണ് നമസ്കാരം, അതോടുകൂടി പൂർത്തിയായി. അപ്പോൾ ഈ തശഹൂദ് ചെല്ലുന്ന സമയത്ത് നമ്മൾ കൈകൾ കാൽമുട്ടിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ഈ രൂപത്തിൽ ഒരു വളയം പോലെ ഉണ്ടാക്കി വിരൽ നീട്ടി വെക്കുക, ചൂണ്ടുവിരൽ നീട്ടി പിടിക്കുക, അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. അത് വിവിധ രൂപങ്ങളുണ്ട്. അപ്പോൾ ഈ രൂപവും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ കൈകൾ നീട്ടി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സലാം വീട്ടേണ്ടത്. വലതു ഭാഗത്തേക്ക് ആദ്യം സലാം വീട്ടും, ഇടതു ഭാഗത്തേക്കും സലാം വീട്ടുന്നതോടി നമസ്കാരം പൂർത്തിയായി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഞാനിതിൻ്റെ ഒരു രത്നച്ചുരുക്കം, അതിൻ്റെ ഒരു രൂപമാണ് ഈ പറഞ്ഞത്. അതിൽ പ്രാർത്ഥിക്കേണ്ട വിവിധ പ്രാർത്ഥനകളുണ്ട്, ചെല്ലേണ്ട ദിക്റുകളുണ്ട്. ആ ദിക്റുകളും പ്രാർത്ഥനകളും അതിൻ്റെ അർത്ഥവും ആശയവുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ചെല്ലാൻ. അതൊരു പ്രാർത്ഥനയാണല്ലോ. നമസ്കാരം പ്രാർത്ഥനയാണ്, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്, അള്ളാഹുവുമായുള്ള സംസാരമാണ്. അപ്പോൾ നമ്മൾ എന്തു പറയുന്നു എന്ന രൂപത്തിൽ നമ്മൾ കൃത്യമായി ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതനുസരിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് നമസ്കാരം, തശഹുദ്, പ്രവാചകൻ്റെ പേർക്കുള്ള സലാത്ത്, അവസാനത്തെ പ്രാർത്ഥന വിവിധ രൂപത്തിലുണ്ട്. അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അതിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുകയാണല്ലോ. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അതിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. സമയമനുസരിച്ച് നമുക്കത് പ്രാർത്ഥന നിർവഹിക്കാം. അതിൻ്റെ ശേഷമാണ് സലാം വീട്ടേണ്ടത്. അപ്പോൾ പ്രാർത്ഥന ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഈ നമസ്കാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളിൽ ആ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ നമ്മൾ നോക്കി പഠിച്ച് അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കി നമ്മൾ നിർവഹിക്കുക. നമ്മളുടെ കുട്ടികൾക്കും നാം ഇത് ശീലിപ്പിക്കുക. നമസ്കാരം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്തൊരു സംഗതിയാണ്. അവന് പ്രായപൂർത്തിയായ നാൾ മുതൽ മരണസമയം വരേക്കും അവൻ ജീവിതത്തിൽ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട ഒരു സംഗതിയാണ് നമസ്കാരം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ നിലക്ക് പ്രവാചകനെ പിൻപറ്റി അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. അതിനുവേണ്ടി പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.